ഹലോ, ഇത് സാധാരണ ഒരു ചുരിദാർ ബിറ്റാണ് കേട്ടോ. ഈ ബിറ്റ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വർക്ക്, അതേപോലെ മുകളിൽ ഇതുപോലെ വർക്ക്, ഇങ്ങനെ വർക്ക് വരുന്ന ഈ ബിറ്റുകൾക്ക് ഓപ്പൺ ഇല്ലാത്ത അപ്പ് ആൻഡ് ഡൗൺ മോഡൽ ഇപ്പോഴത്തെ മോഡലിലുള്ള ഒരു ടോപ്പാക്കി മാറ്റി തരണം എന്നാണ് കസ്റ്റമറുടെ ഡിമാൻഡ്. അപ്പോൾ ഒരു നിലക്കും അപ്പ് ആൻഡ് ഡൗണിൽ ഇവിടേക്കൊന്നും കൂട്ടാനോ ഒന്നും കഴിയൂല. അപ്പം ഇതെങ്ങനെയാണ് ഇതുപോലെ ചെയ്തെടുക്കുക, ഇങ്ങനെയാണ് ഇത് അപ്പ് ആൻഡ് ഡൗൺ ആക്കി എടുക്കുക എന്നുള്ളതൊരു വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത്. കാരണം അത്ര ഒത്തിരി റിസ്ക് ഉള്ള പരിപാടിയാണ്. കാരണം ആ ഭാഗത്താണ് ക്ലോത്ത് ഫുള്ള് കിടക്കുന്നത്. ഇത് കറക്റ്റ് ഈ ഒരു മൂല ഭാഗത്തേക്ക് വെച്ചിട്ടാണ് ഫ്രണ്ട് പോർഷൻ കൊടുത്തിട്ടുള്ളത്. സൈഡ് കോപ്പണോ കാര്യങ്ങളോ ഒന്നും കിട്ടാൻ പറ്റിയ കാര്യം ഈ വർക്കും ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഈ വീഡിയോ ഫുള്ളായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ടോപ്പിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാം. അപ്പോൾ ലൈനിങ് ഞാൻ 4ആയിട്ട് ഇവിടെ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. 2ആയിട്ട് നീളത്തിലും 2ആയിട്ട് വീതിയിലും മടക്കിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഭാഗം ഫോൾഡഡ് സൈഡ്, ഈ ഭാഗം ഓപ്പൺ സൈഡ് കേട്ടോ. 1 2 3 4 അങ്ങനെ ഇത് 4ആയിട്ട് ഇത് മടക്കിയിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈന് ഇട്ട് കൊടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് കൊടുത്ത് ഇനി വല്ല അളവും കാര്യങ്ങളും നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ ഫുൾ ലെങ്ത്ത് വരുന്നത് കറക്റ്റ് 35 മുട്ടിനെറ്റ് ലെങ്ത്ത് വരുന്നുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ 34 ലൈനിങ് ആയതുകൊണ്ട് തന്നെ 33.5 കേട്ടോ അടയാളപ്പെടുത്തുന്നത്. 34 അടയാളപ്പെടുത്തുക. കുറച്ച് ലൈനിങ് കയറിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഷോൾഡറാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ഇത് ഷോൾഡർ വരുന്നത് 7 ഇഞ്ചാണ്, അതായത് 14 ഇഞ്ചാണ്. അപ്പോൾ 7 ആണ് വരുന്നത്. കറക്റ്റായിട്ട് 7 ഷോൾഡർ അടയാളപ്പെടുത്തുക കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് ഇതേപോലെ 7 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തുക. ഈ കറക്റ്റ് 7 ഇഞ്ച് തന്നെ നമ്മൾ ആം ഹോൾ ആയിട്ടും അടയാളപ്പെടുത്തുക. ഈ 7 ഇഞ്ച് തന്നെ ആം ഹോൾ വരച്ചു കൊടുത്ത് ഇനി ചെസ്റ്റ് വരുന്നത് 34.4 അപ്പോൾ 34.4 4 എന്ന് പറയുമ്പോൾ 8.6 അപ്പോൾ 8.6 1 ഇഞ്ച് ലൂസും. അപ്പോൾ 9.6 അടയാളപ്പെടുത്തട്ടോ. 9.6 അടയാളപ്പെടുത്തി. ആ 9.6ക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി. ഇനി നേരെ ഹിപ്പിന്റെ ലെങ്ത് നമ്മൾ അടയാളപ്പെടുത്തട്ടോ. ഹിപ്പിന്റെ ലെങ്ത് വരുന്നത് 20 ഹിപ്പിന്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ 20.5 അടയാളപ്പെടുത്തട്ടോ. 6 ഇഞ്ച് നൂറിൽ തയ്യൽ തുമ്പായി വരും. ഹിപ്പിന്റെ റൗണ്ട് വരുന്നത് 34 അപ്പോൾ 8.6 വരിക. അപ്പോൾ 8.6ക്ക് ഇവിടുന്ന് 8.6 ഇവിടെ അടയാളപ്പെടുത്തുക. 8.6ക്ക് 1 ഇഞ്ച് ലൂസ് കൂട്ടിയാൽ 9.6 കേട്ടോ. 9.6ക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി കറക്റ്റായിട്ട് ഈ ഷേപ്പിൽ നിന്ന് ഈ ചെസ്റ്റിൽ നിന്ന് ഹിപ്പ് റൗണ്ട് 14 അപ്പോൾ അതിൻ്റെ പകുതി. ഇനി കറക്റ്റ് ഇതൊരു ട്രിക്കാണ് കേട്ടോ. ഇതിൻ്റെ 2 ഷേപ്പ് അടയാളപ്പെടുത്താം. അപ്പോൾ ഷേപ്പിൻ്റെ ലെങ്ത് ഞാൻ എടുത്തത് വേസ്റ്റ് റൗണ്ടിൻ്റെ ലെങ്ത്ത് 14.5 എടുത്തത്. കറക്റ്റ് കണ്ട നമുക്ക് 14.5 കിട്ടിയേ. കറക്റ്റ് 14.5 തന്നെ ഒന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വേസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് 30. അപ്പോൾ 4-1 7. അപ്പോൾ 8.5 അടയാളപ്പെടുത്തുക. 1 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് അതിക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മളത് കറക്റ്റായിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടും ഷേപ്പ് ചെയ്ത് വരച്ച് ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങനെ തയ്യൽ തുമ്പ് ഓപ്പൺ ഇല്ലാത്ത ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇതുപോലെ വരച്ചിട്ട് ചെറുതായിട്ടൊരു കോണൊന്ന് ഇവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇപ്പം ഇതിൻ്റെ ടോപ്പ് അടയാളപ്പെടുത്തി. ഇനി ഇതിൻ്റെ ആം റൗണ്ടാണ് അടയാളപ്പെടുത്തേണ്ടത്. ഏഴിൻ്റെ പകുതി 3.5 ഈ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമ്മൾ നല്ല കർവായിട്ട് ഇത് ആംഹോളിൻ്റെ കർവ് സ്കെയിലൊക്കെ വെച്ച് വരക്കട്ടോ. പക്ഷേ എനിക്ക് കൈക്ക് ഇങ്ങനെ വരച്ച് കഴിഞ്ഞുകൊണ്ടാണ് എനിക്ക് വരക്കാൻ കഴിയുന്നത് കേട്ടോ. അതുപോലെ കറക്റ്റായിട്ട് ഫ്രണ്ടിലേക്കും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇത് നേരെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മെയിൻ ക്ലോത്ത് എന്താ കാട്ടണം എന്നുള്ളത് കാണിച്ചാൽ എങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ലെവലാക്കണമെന്ന് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഇത് കറക്റ്റായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുക. ഈ നെക്കിൻ്റെത് നിങ്ങൾക്ക് ഉണ്ടല്ലോ, നെക്കിൻ്റെ ഇവിടെ ഈ വർക്ക് വരുന്നുണ്ട്. ഈ വർക്ക് ഇങ്ങോട്ട് മറിച്ചിടുമ്പോൾ ഇത് ഉൾഭാഗത്തേക്ക് പോകും. അപ്പോൾ എനിക്ക് കാണിച്ചാൽ അപ്പോൾ ചീത്ത ഭാഗത്ത് കാണിട്ടോ. നെക്ക് ഞാൻ ആദ്യം കറക്റ്റായിട്ട് വെക്കുക കേട്ടോ ചെയ്യുന്നത്. നെക്ക് നല്ല കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ തായ്ഭാഗം അതിനനുസരിച്ച് കറക്റ്റായിട്ട് ഇടുക കേട്ടോ. ഞാനിത് കറക്റ്റായിട്ടിട്ട് കാണിച്ചു തരാം. കറക്റ്റായിട്ട് മടക്കിയിട്ട് കേട്ടോ. ഇനി നേരെ ഇതിൻ്റെ നോക്കി നമ്മൾ ഈ ലൈനിങ് വെച്ച് കൊടുക്കുകയാണ്. അതായത് കറക്റ്റായിട്ട് വരച്ചത് ഇവിടെ നിന്നിട്ടാണ് കറക്റ്റ് നെക്ക് പോകുന്നത് കേട്ടോ. ഇതാണ് നെക്കിൻ്റെ ലൈന് വരുന്നത്. ഇനി ഇവിടെ നിന്നത് കറക്റ്റായിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി അപ്പം ഒന്ന് ഞാൻ മാറ്റി വെച്ചിട്ട് കറക്റ്റായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന്മേൽ കൂടെ കറക്റ്റായിട്ട് വരച്ച് കൊടുക്കട്ടെ. നമ്മൾ ലേസം എക്സ്ട്രാ കട്ടിട്ട് തന്നെയാണ് കേട്ടോ വരക്കണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കാമെന്ന് കരുതിയിട്ട്. ഇപ്പോഴാണ് ഇതിന് കറക്റ്റ് സ്ട്രക്ചർ ആയത്. അതായത് ഫ്രണ്ടിൻ്റെ ലെങ്ത്ത് ഇത്രേ വരാവൂ എന്നുള്ളതാണ്. 35 ഫ്രണ്ടിൻ്റെ ലെങ്ത്ത്. ഇനി ലെങ്ത്ത് അടയാളപ്പെടുത്തുക. കറക്റ്റായിട്ട് ഫ്രണ്ടിൻ്റെ ലെങ്ത്ത് 35. അപ്പോൾ കറക്റ്റ്
35.5 അടയാളപ്പെടുത്തിട്ട് അരഞ്ച് പടി മതി. ഇത്രയാണ് കറക്റ്റ് വരിക. ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് വരിക. ഇനി ഇത് വരേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ ഓപ്പണിൽ ഇങ്ങനെയാണ് പോകേണ്ടത്. ഇവിടുന്ന് ഇങ്ങനെ താഴോട്ടേക്ക് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് പോകണം. അതിന് ഈ ഒരു പട്ട ഉണ്ടല്ലോ താഴത്ത് വരുന്നേ, ഈ ഒരു പട്ടൻ്റെ ലെങ്ത്ത് നമ്മൾ നോക്കുക. ഈ ഒരു പട്ട ലെങ്ത്ത് വരുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 5.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുക. 5.5 ഇഞ്ചിൽ അരഞ്ച് 6 ഇഞ്ച് അരഞ്ച് അയിമലും ഉണ്ടാവും, അരഞ്ച് ഇതിമലും ഉണ്ടാവും. അപ്പം ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടുകൊണ്ട് കറക്റ്റ് 5.5 അടയാളപ്പെടുത്തിയാൽ മതി. ഇതിൽ തയ്യൽ തുമ്പ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും സ്ഥലം നമ്മൾ ഏക്കുകയാണ് ചെയ്യുക. അതായത് ഈ പട്ട ഇവിടേക്ക് വെച്ച് ഏച്ച് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഇത്ര ലെങ്ത്ത് കിട്ടും, പക്ഷേ ഈ പട്ട ഇത്ര സ്ഥലം ഇവിടേക്ക് വേണ്ട. അപ്പോൾ ഇവിടുന്ന് കറക്റ്റായിട്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ നമ്മൾ കണക്കൂട്ടുക. ഇങ്ങനെയാണ് വരിക, ഇവിടെ കറക്റ്റ് കേട്ടോ ഇങ്ങനെ വരിക. അപ്പോൾ ഇതിനെ നമ്മൾ ഈ പട്ട വരുന്നതിന് ഇതുപോലെ ശ്രദ്ധിച്ച് നോക്കണേ. ഇവിടെ ചെയ്യുന്നത് എന്താണ്, ഇതുപോലെ ഫ്രണ്ട് ഒരു അനക്കം കയറിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇത് ലൈൻ ഇത്ര വരുന്നത് നോക്കണം. നമ്മൾ നോട്ട് ഇതിങ്ങനെ തൂങ്ങി നിൽക്കണം അവർക്ക് മുന്നിലേക്ക്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ വരച്ചെടുക്കാൻ വരച്ചിട്ട് കാണിച്ചത്. അപ്പോൾ ഇത് കറക്റ്റ് ഇതുപോലെ ഇവിടെ വരച്ചെടുക്കണം. അപ്പം ഇത് നമ്മൾ ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഇങ്ങനെ ഒരു കഷ്ണം ഏപ്പ് വരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകണം. അപ്പോൾ ടോപ്പ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഇനി ചെയ്യാൻ പോകണം. ആദ്യം എന്താ വെച്ചാൽ ഇതുണ്ടല്ലോ, ഈ വർക്ക് നമ്മൾ കറക്റ്റായിട്ട് ഒരു 1/2 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് വരുന്ന കോലത്തിൽ കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. നല്ലത് ഈ വർക്ക് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഇവിടേക്ക് അത്യാവശ്യം ഏറിട്ടിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ അതിങ്ങനെ ഏച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇവർക്ക് ഇതുപോലെ കൊട്ടിട്ട് ഇങ്ങനെ ഇവിടേക്ക് ഈ പീസിന് ഇവിടേക്ക് ഒരു പീസ് കറക്റ്റായിട്ട് അയച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് വരിക എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ ഇതിമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ നടുഭാഗം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏച്ചെടുക്കുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു വിചാരിച്ച പോലെ ഏകദേശം കൊടുക്കുന്നു ഇങ്ങനെ വർക്കായിട്ട് കിട്ടും കേട്ടോ. കണ്ടല്ലോ, ഇതുപോലെ ഏച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് കേട്ടോ. ബാക്ക് പോർഷന് ഈ താഴ്ഭാഗം ലെങ്ത്ത് എത്രയാണോ വരുന്നത് അത്രക്ക് കണ്ടിട്ടാണ് ബാക്ക് പോർഷൻ വരിക. അപ്പോൾ ഇപ്പം ഞാൻ ഇതിൻ്റെ ബാക്ക് വെട്ടണില്ല, കാരണം എന്താ ചെയ്യുന്നത് അറിയാം. ആദ്യം ഇതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റാക്കി എടുക്കട്ടെ. ചെയ്യാൻ പോണില്ലേ, ഇതിൻ്റെ നടുഭാഗത്തൊരു കട്ടിട്ടത്, അതേപോലെ ഇതിൻ്റെ നടുഭാഗത്തും കട്ടിട്ടത്. എന്നിട്ട് ഇത് ഇതിന്മേൽ ഇങ്ങനെ ഏച്ച് കൊടുക്കട്ടോ. അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടേക്ക് ഇങ്ങനെ ഏച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കറക്റ്റായിട്ട് ഇതുപോലെ മടക്കിയിടുക. കാരണം ഇതിൻ്റെ താഴ്ഭാഗം നമുക്ക് കറക്റ്റ് ആക്കിയിട്ട് വേണം, ആ ലെങ്ത്തിൽ വേണം ബാക്ക് പോർഷന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇത് കറക്റ്റ് ആക്കിയിട്ടൊന്ന് ഇടുകയാണ് കേട്ടോ. ഇതൊന്ന് കറക്റ്റ് ആക്കിയിട്ട് ഇതാദ്യം നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ മടക്കി അടിക്കാനുള്ളത് ഇവിടെ ഇങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ ഇത് ഇതേപോലെ ഇങ്ങനെ ഇതിമക്കും കൂട്ടിമുട്ടിക്കും. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് സംഗതി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കുറഞ്ഞ് വരിക വേണ്ടി, പക്ഷേ അത് ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാണ്ട് എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തത് കഴിച്ച് ഈ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്നിട്ട് കഴിച്ച് അതേപോലെ രണ്ട് സൈഡും ഇതുപോലെ ഇങ്ങനെ ഇട്ട് വെച്ച് ഇതെങ്ങനെയാണോ വരുന്നത് അതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കറക്റ്റായി ശ്രദ്ധിച്ച് കാണണം കേട്ടോ. അത് കറക്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വരുന്നത്. ഇനി ഈ ഒരു തൂക്കാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് ഈ വർക്കിൻ്റെ ഇത് വരുന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടൊന്നും ചെയ്യാൻ ഇവിടെ ഒന്ന് തുന്നൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് കഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വർക്കല്ലേ നമ്മൾ കറക്റ്റിലിട്ടത് ഈ വർക്കാണ്. ഇത് കറക്റ്റായിട്ട് കണ്ടല്ലോ, ഇതുപോലെ കറക്റ്റായിട്ടിട്ടുണ്ട്. ഇതാണ് ഇനി ഇങ്ങോട്ട് ഇവിടുന്ന് പോകണത്. കണ്ടല്ലോ, ഇതിൽ ഇതാണ് ഇതിൻ്റെ കറക്റ്റ്. ഇത് കുറച്ച് ഇവിടെ ഇങ്ങനെ ഏച്ചൊരു വാല് വരാണ്ട് ഇതിന്. അപ്പോൾ ആ വാല് ഏപ്പ് ഹൈമന്ന് തന്നെ കിട്ടുന്ന രൂപത്തിൽ നമുക്ക് എടുക്കട്ടോ.
ഇത് കറക്റ്റായിട്ട് കണ്ടല്ലോ. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഈ വാല് ഇത് നിങ്ങൾ മാറ്റി വെച്ചെന്തിനാരോ ഇത് നമുക്ക് ഇതിമ്മ കൂടെ എങ്ങനെ വരണം എന്നുള്ളത് കറക്റ്റ് കാണിക്കാൻ. ഇനി നമുക്ക് വേണ്ടിയത് കറക്റ്റായിട്ട് ഇങ്ങനെ കേട്ടോ വേണ്ടി നമ്മളൊന്ന് ജസ്റ്റ് വരച്ചെടുക്കുക. ഇവിടെ ഇത്തിരി തയ്യൽ തുമ്പ് മുകളിലോട്ട് കൊടുക്കുക. കണ്ടല്ലോ ഈ വാലും ഇത് ഇത്ര നീളണം. അപ്പോൾ കറക്റ്റായിട്ട് ഏകദേശം ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കാൻ കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടേക്ക് ഇത് ഇങ്ങോട്ട് ഇതിമ്മൽ ഈ സ്ഥലം ഉണ്ടല്ലോ ഇതാണ് ഈ വാല്. എങ്ങനെ മനസ്സിലാക്കി തരിക വെച്ചാൽ ഇവിടെ ഒരു കഷ്ണയേക്കാണ് ഇത് ഇങ്ങനെ. ഇനി ഇവിടെ ഇതിവിടെ കാണിച്ചു തന്നതാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങോട്ടുള്ള ക്ലോത്താണ് വേണ്ടത്. ഈ ക്ലോത്ത് നമുക്ക് വേണ്ട. നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ ക്ലോത്ത് ഇട്ട ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിങ്ങനെ ഇതിമ്മക്ക് ഇങ്ങനെ മുട്ടിച്ചാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ കറക്റ്റായിട്ട് നമ്മൾ ഇതിനോട് കട്ട് ചെയ്തെടുക്കുക. ചേർട്ട് എന്തിനാ വെച്ചാൽ അവിടെ മടക്കി അടിച്ചാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഈ ഇത്തിരി സ്ഥലം നമ്മൾ മടക്കി അടിച്ചിട്ടില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വാലി. ഈ വാലി ഇതിമ്മക്ക് ഇങ്ങനെ വരും. കണ്ടല്ലോ ഈ പക്കത്തിൽ നമുക്ക് വേണ്ട നേടോ ഈ വാക്കോ. പിന്നെ ഇവിടെ നിന്നിട്ട് ഈ വാല് ഇത് കറക്റ്റായിട്ട് ഇതിമ്മൽ വന്ന് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ. ഈ വെട്ടിയത് പേപ്പർ വിരിച്ചിട്ട് നമ്മൾ ബാക്ക് വിട്ടിട്ടോ. ഞാനത് കറക്റ്റായിട്ടൊന്ന് വിരിച്ചിട്ടെ. ഇത് കറക്റ്റായിട്ടൊന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കട്ടോ. ഇതോട് കട്ട് ചെയ്തെടുക്കുക. ഇനി ചെയ്യാൻ പോണത് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാണ് കേട്ടോ. ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 16ആണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് 17 സ്ലീവ് ഇവിടെ നിന്നിട്ട് അടയാളപ്പെടുത്തിട്ടോ. കറക്റ്റായിട്ട് ഇവിടേക്ക് 17 അടയാളപ്പെടുത്തുക. ഇനി ഒന്ന് നോക്കേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ ഈ ടോപ്പ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇവിടെ അല്ലേ ഈ ആം റൗണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് 10. അപ്പം 9ൽ 10ആണ് കിട്ടിയ. അപ്പോൾ 9 മതി കേട്ടോ. കറക്റ്റായിട്ട് ഇടുന്നു 9 അടയാളപ്പെടുത്ത്. എനിക്കും ഓരോണ്ട് 9ൽ കറക്റ്റായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇവിടെ നിന്നോട്ട് 3 ഇഞ്ച് ഇവിടെ സ്ലീവിൻ്റെ വിട്ട് അടയാളപ്പെടുത്തുക. വിട്ട് വന്നത് 9.5ആണ്. അപ്പം 4.25 5.25 അടയാളപ്പെടുത്തുക. 1 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തുക. കറക്റ്റായിട്ട് ഇവിടുന്ന് കറക്റ്റായിട്ട് വരച്ചെടുക്കുക. ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കും. ഇനി നെക്കും ലൈനിങ് മേലെ നെക്ക് മറിച്ച് വെച്ചിട്ട് നെക്കൊന്ന് ചെറുതാക്കി വരച്ചെടുത്ത് ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഡ്രസ്സ് ഇങ്ങനെയാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് എങ്ങനെയാണ് ഞാനിങ്ങനെ ചെയ്തെടുത്തതെന്നാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തന്നത്. ഇതുപോലൊരു സ്ട്രക്ചർ വരച്ചെടുത്തായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അപ്പം മനസ്സിലായെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്. ഇതാണ് കേട്ടോ ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്.